നമുക്ക് ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. സന്തോഷത്തോടുകൂടി ജീവിക്കാനായിട്ട് സാധിക്കണം. പ്രത്യാശയോടുകൂടി ജീവിക്കാൻ സാധിക്കണമെന്നൊരു സന്ദേശം പരിശുദ്ധ പിതാവ് നമുക്ക് നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ജൂബിലി വർഷം, ജൂബിലിയില് നമ്മുടെ കർത്താവിന്റെ മനുഷ്യാവതാരത്തിന്റെ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഈശോ നമുക്കായിട്ട് തരുന്ന സന്ദേശവും അത് തന്നെയാണ്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് എപ്പോഴാണ് പ്രത്യാശ ഉണ്ടാകുന്നത്? പ്രത്യാശ ഉണ്ടാകുന്നത് നമ്മൾ നല്ല കാര്യങ്ങളെ നോക്കി പാർത്ത് മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിച്ചുവെന്ന് നന്ദിയോടുകൂടി തിരിച്ചറിയുക. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ സംഭവിച്ചു, തിരിഞ്ഞു നോക്കി അത് കണ്ടെത്തി അതിന് ദൈവത്തിന് നന്ദി പറയാനായിട്ട് നമുക്ക് സാധിക്കും. അതോടൊപ്പം നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം നിത്യജീവനാണ്. നമ്മുടെ കർത്താവിനോടൊപ്പമുള്ള ജീവനാണ്. അത് വലിയ സ്വാതന്ത്ര്യത്തിന്റെ, സന്തോഷത്തിന്റെ ഒരു ജീവിതമാണ്. പലപ്പോഴും ഈ സുവിശേഷമൊക്കെ വായിക്കുന്നവർ പറയാറുണ്ട്, സുവിശേഷം നമ്മുടെ കർത്താവിന്റെ പീഡാസഹനവും അനുഭവം. പക്ഷെ അത് മാത്രമല്ലല്ലോ, സുവിശേഷത്തിൽ എത്രയോ സന്തോഷകരമായ വാർത്തകളുണ്ട്. കർത്താവിന്റെ ഉത്ഥാനം വലിയ പ്രത്യാശ നൽകുന്നു. അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ എല്ലാം അടിസ്ഥാനം. കർത്താവ് ഒരു ദിവസമേ സഹിച്ചുള്ളൂ, ദുഃഖ വെള്ളിയാഴ്ച മാത്രമേ സഹിച്ചു. പക്ഷെ ബാക്കി ദിവസങ്ങളിലെല്ലാം അവിടുന്ന് ജീവിതം സന്തോഷത്തോടുകൂടി ആഘോഷിക്കുക. പത്രോസിന്റെ കൂട്ടരുടെ കൂടെ നടന്ന് കർത്താവ് ചിരിച്ചു കാണുന്നു ഞാൻ വിചാരിക്കും. കാരണം എന്തെല്ലാം മണ്ടത്തരങ്ങൾ ഒപ്പിച്ച് കാണും, ഇതെല്ലാം തമാശകളൊക്കെയാണ്. പൊട്ടിച്ചിരിച്ചുള്ള ജീവിതമായിരുന്നു ഈശോയുടെ. പക്ഷേ മനുഷ്യകുലത്തെ രക്ഷിക്കാൻ കുരിശെടുക്കണം എന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്, പിതാവിന്റെ ഇച്ഛയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പുത്രൻ നിന്ന് ഓടി മാറുന്നില്ല. അവിടുന്ന് ധൈര്യപൂർവ്വം കുരിശെടുത്ത് മനുഷ്യകുലത്തെ മുഴുവൻ രക്ഷിച്ചു. അതുകൊണ്ടാണ് കർത്താവിന്റെ പീഡകൾക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, മനുഷ്യകുലത്തെ മുഴുവൻ രക്ഷിക്കും. നമ്മൾ പലരും രാവിലെ മുതൽ വൈകുന്നേരം വരെ കുരിശ് വെക്കുന്നതാണ്. കുരിശിന്റെ വഴിയും ചൊല്ലി, ഓ ഈ മരുമോളൊക്കെ പഠിപ്പിക്കുന്നു, അവൻ എന്നെ നോക്കുന്നില്ല, എന്റെ മക്കളാരും എന്നെ ശ്രദ്ധിക്കുന്നില്ല, കൊച്ചുമക്കൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചതിന് ദൈവം കേൾക്കുന്നില്ല, എല്ലാ കാര്യങ്ങളും തമ്പരാൻ പറഞ്ഞ വല്ലോ തുടർന്നോ, ഇങ്ങനെയെല്ലാം ഓർത്ത് ഏതാണ്ട് ഈ പെയ്തു തീരാത്ത മഴ പോലെ, ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്ന വെള്ളം പോലെ ഒരു നനഞ്ഞ ജീവിതം പലരുടെയും ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. സന്തോഷമൊന്നുമില്ല. ഓ എങ്ങനെയുണ്ട്, ഓ എങ്ങനെ പോകും എന്നല്ലാതെ സന്തോഷത്തോടു കൂടി പോകുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. അതിന്റെ കാരണം ജീവിതത്തിൽ സംഭവിച്ച നല്ല കാര്യങ്ങളെ മനസ്സിലാക്കാനും അത് സ്വീകരിക്കാനും സാധിക്കും. എന്നോടൊരു പെൺകുട്ടി കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞു, പിതാവേ കോവിഡ് ദൈവം അറിഞ്ഞ് എനിക്ക് കൊണ്ട് തന്നതാണ്. ഞാൻ ചോദിച്ചു, അങ്ങനെ പറയാതെ കോവിഡ് കൊണ്ട് എന്തെങ്കിലും പേര് മരിച്ചുപോയി, എന്ത് കഷ്ടപ്പാട്, ലോകത്തിന്റെ സമ്പത്തി അവസ്ഥ തകർന്നു പോയി, അതാണ് നീ പറയുന്നത്, ദൈവം നിനക്ക് നന്മ. ഒരാൾ പറഞ്ഞു, പിതാവെ കല്യാണം ആരംഭിച്ച് വെച്ചിരിക്കുകയാണ്, ആവപ്പാടെ 10 സെന്റ് ഭൂമിയുണ്ട്, അതിൽ 5 സെന്റ് പണയപ്പെടുത്തി കല്യാണം നടത്താമെന്ന് ഒക്കെ ഓർത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഗവൺമെന്റ് നിയമം കൊണ്ടുവന്ന് 20 പേരെ വിളിക്കാവുള്ളൂ, പിന്നെ വളരെ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ കല്യാണം നടത്തണം. അവള് പറഞ്ഞു, വീട് പണയപ്പെടുത്തി വന്നില്ല, വളരെ ചുരുങ്ങിയ ചെലവിൽ കല്യാണം നടത്തി. അപ്പോ ഇത് ദൈവം അതിന് എനിക്കുള്ള തന്നതാ. അവർക്ക് ഞങ്ങളുടെ കുടുംബം കടത്തിലായി പോയത്, കല്യാണം എല്ലാം നടത്തി അപ്പൻ കടത്തിലായി പോയത്. അപ്പൊ ഞാൻ ഓർക്കായിരുന്നു, ലോകം മുഴുവൻ സങ്കടപ്പെട്ട ഒരു സംഭവത്തെ അവള് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഓർക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ കാഴ്ചപ്പാടുകളൊന്ന് മാറ്റിയാൽ മാത്രം. ചില രോഗങ്ങൾ നമുക്ക് അനുഗ്രഹമായിട്ട് മാറും, അല്ലെ? ചില എന്താണ് തകർച്ചകൾ നമുക്ക് അനുഗ്രഹമായിട്ട് മാറും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മിത്രങ്ങൾ മാത്രമല്ല, ശത്രുക്കൾ കൂടിയാണ് നമ്മുടെ ജീവിതത്തെ നന്നായിട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. മിത്രങ്ങൾ മാത്രമല്ല, നമ്മുടെ സുഹൃത്തുക്കൾ മാത്രമല്ല നമ്മളെ സഹായിക്കും, നമ്മുടെ ശത്രുക്കൾ കൂടിയാണ്. അതെങ്ങനെയാണ്? അവര് നമ്മുടെ ചില വഴികൾ അടച്ചു വെച്ചു. നമ്മുടെ ശത്രുക്കളെന്ന് നമ്മൾ കരുതുന്നവര്, നമ്മളോട് ഇഷ്ടമില്ലാത്തവര്, നമ്മളോട് സ്നേഹമില്ലാത്തവര്, അവരുടെ പ്രവർത്തനങ്ങളിലൂടെ അവർ ചില വഴികൾ അടച്ചു വെച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നമ്മൾ പുതിയ വഴികൾ കണ്ടെത്താനായി, നമുക്ക് പുതിയ വഴികൾ കണ്ടെത്താനായി. ദൈവമേ നന്ദി. അതന്ന് അവരത് അടച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അതുവഴി പോയത്.
അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് എത്തിച്ചേരാൻ സാധിക്കത്തില്ലായിരുന്നു. അപ്പൊ ചില വഴികൾ നമ്മുടെ മുമ്പിൽ അടഞ്ഞത് കൊണ്ടാണ് ചില വഴികൾ തുറന്നത്. ചിലര് നമുക്ക് അവസരങ്ങൾ നിഷേധിച്ചത് കൊണ്ടാണ് മറ്റ് ചില അവസരങ്ങൾ നമ്മളെ തേടി വന്നത്. നമുക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് വലിയ നഷ്ടങ്ങളിലേക്ക് പോകാതെ നമ്മൾ കുറച്ചുകൂടെ ജാഗ്രത പുലർത്തിയത്. അങ്ങനെ വരുമ്പോൾ ജീവിതത്തിലെ ഓരോ സംഭവവും നല്ലതാണ്. ദൈവത്തിന്റെ പദ്ധതിയിൽ അതിനെ കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാം പ്രത്യാശയുടെ ഒരു സന്ദേശം നമുക്ക് നൽകാനായിട്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവവും നമ്മളെ ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിവിലേക്ക് കടന്നു വന്ന് ദൈവത്തിന് നന്ദി പറയാനും സ്തുതിക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹങ്ങളുടെ ലുത്തിനിയായിട്ട് മാറും. ചിലരുടെ മുറിപ്പാടുകളുടെ ലുത്തിനിയാണ്. രാവിലെ മുതൽ അവരെന്നെ പീഡിപ്പിച്ച് ഞങ്ങളിൽ കഴിയണം, ഇവരെന്നെ കഷ്ടപ്പെടുത്തി ഞങ്ങളിൽ കഴിയണം, അവരെനിക്ക് പാര വെച്ചു ഞങ്ങളിൽ കഴിയണമേ, ഇവരെന്റെ സമ്പത്തെല്ലാം കൊണ്ടുപോയി ഇവർ കഴിയണമേ, ഇവർക്ക് എന്നോട് സ്നേഹമില്ലേ, കർത്താവെ കഴിയണമേ എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും മുറിപ്പാടുകളുടെ ലുത്തിനിയാണ് രാവിലെ മുതൽ വൈകുന്നേരം. അതേസമയം നമുക്ക് നേരെ തിരിച്ച് വയ്ക്കാം, അനുഗ്രഹങ്ങളുടെ ലുത്തിനിയായിട്ട് മാറ്റാം. കർത്താവെ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് എന്നെ നീ വഴി നടത്തിയല്ലോ, ദൈവമേ നന്ദി. ചില അവസരങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ മറ്റു ചിലത് തന്നല്ലോ, ദൈവമേ നന്ദി. ദാരിദ്ര്യത്തിലൂടെയാണെങ്കിലും സന്തോഷത്തോടെ സംതൃപ്തിയോടെ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ, ദൈവമേ നന്ദി. ഒത്തിരി സ്നേഹമൊന്നും കിട്ടാതെ വളർന്നതാണെങ്കിലും വലിയ കുഴപ്പമില്ലാതെ ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ, ദൈവമേ നന്ദി. നമുക്ക് ദൈവത്തിന് നന്ദി പറയാൻ പറ്റില്ല. അതുകൊണ്ട് അനുഗ്രഹങ്ങളുടെ ലുത്തിനിയാക്കി മാറ്റാനായിട്ടുള്ള ഒരു വലിയ കൃപ കർത്താവ് നമുക്ക് തരികയാണ്. അതല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഈ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും പറയുകയും ചെയ്ത് സങ്കടപ്പെട്ട് ചെയ്യും. ഞാൻ ഈ ദമ്പതികളെയൊക്കെ കാണുമ്പോൾ അവരോട് പറയാറുണ്ട്, നിങ്ങൾ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് 2-3 നല്ല കാര്യങ്ങളെങ്കിലും പറഞ്ഞിട്ടേ കിടന്നുറങ്ങാം. കുറേ കുഴപ്പങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ 2-3 നല്ല കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ടേ കിടന്നുറങ്ങാം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാടുകളെ കുറച്ചുകൂടെ പ്രകാശമാനമാക്കുമ്പോൾ ജീവിതം മുഴുവൻ സന്തോഷകരമാവുന്നു എന്നൊരു തിരിച്ചത്. അങ്ങനെ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അതൊക്കെ കൃതജ്ഞതയുടെ ഒരു അനുഭവമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. നന്ദിയുടെ മണിക്കൂറുകളാക്കി നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് കുറച്ചുകൂടെ സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ഒരു സൂത്രം കൂടെ ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. അതായത് നമ്മുടെ പലരുടെയും സങ്കടം എന്താണെന്നറിയാമോ? നമ്മുടെ വില മറ്റുള്ളവരെ ആശ്രയിച്ചാണ്. അതാണ് നമ്മുടെ ഭയങ്കര പ്രശ്നം. നമ്മുടെ വില മറ്റുള്ളവരെ ആശ്രയിച്ചു. മറ്റുള്ളവർ മൈൻഡ് ചെയ്തോ, എന്നെ വേണ്ട രീതിയിൽ പരിഗണിച്ചോ, എന്നെ പരിചരിച്ചോ, ഞാൻ എന്തെല്ലാം അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തോ, അവരെനിക്ക് ഇത് ചെയ്തു തന്നോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ അസ്വസ്ഥത. ഇല്ലെങ്കിലോ, പ്രതീക്ഷിച്ചതുപോലെ കിട്ടിയില്ലെങ്കിലോ എന്തോ ഒരു പരാതി. അത് മരുമക്കളാണെങ്കിൽ ചില മരുമക്കൾ എന്നോട് പറയാറുണ്ട്, എൻ്റെ പിതാവേ വീട്ടിൽ 2 മക്കളുണ്ട്, ഒരാൾ അങ്ങ് ഓസ്ട്രേലിയ, അവിടുത്തെ മരുമകളോടാണ് അമ്മയ്ക്ക് കൂടുതൽ സ്നേഹം. കാരണമല്ല, പുള്ളി ഫോൺ വിളിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഫോൺ വിളിക്കുമ്പോൾ സ്നേഹിക്കാനായിട്ട് എളുപ്പമാണ്. പിന്നെ വർഷത്തിൽ ഒരിക്കൽ വരും, ഒരാഴ്ച വീട്ടിൽ നിന്ന് അമ്മയുടെ കവളത്തൊക്കെ ഒന്ന് തൊട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും സാധനമൊക്കെ മേടിച്ചു കൊടുത്ത് അവള് പോകും. ഞാൻ പെട്ടുപോയി, നാട്ടിൽ തന്നെയാണ് 365 ദിവസവും ഈ അമ്മയുടെ കൂടെയാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് എന്നെ കണ്ടുകൂടാ. വല്ലപ്പോഴും ഒന്ന് വന്നു പോകുന്ന ആളെയൊക്കെ നമുക്ക് ഭയങ്കര സ്നേഹം, കൂടെ നിൽക്കുന്നവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഇങ്ങനെ അവർ മൈൻഡ് ചെയ്ത് പരിഗണിച്ചിട്ട് എങ്ങനെയെന്നെല്ലാം പറഞ്ഞ് നമുക്ക് പരാതികളാണ്. ഞാൻ നിങ്ങളെ ഒരു സുഹൃദേവം പഠിപ്പിക്കും. എന്നറിയാം, എന്റെ വില മറ്റുള്ളവരെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. എല്ലാവരോടൊന്ന് പറഞ്ഞേ, എന്റെ വില മറ്റുള്ളവരെ ആശ്രയിച്ചല്ല. ഇത് രാവിലെ 50 പ്രാവശ്യം ചൊല്ലണം, രാത്രി കിടക്കാൻ നേരം 50 പ്രാവശ്യം. നിങ്ങളുടെ പല പ്രശ്നങ്ങളും ഒരാഴ്ചക്കുള്ളിൽ മാറും കേട്ടോ. ചില പ്രാർത്ഥനകൾ 7 ദിവസം ചൊല്ലിയാൽ മാതാപ്രത്യക്ഷത്തിൽ പറയുന്ന പോലെ ഇത് 7 ദിവസം ഇങ്ങനെ രാവിലെ 50 പ്രാവശ്യം 50 പ്രാവശ്യം ചൊല്ലിയാൽ നമ്മുടെ ഒത്തിരി പ്രശ്നങ്ങളാണ്. ദൈവം നമുക്കൊരു വില തന്നിട്ടുണ്ട്. നീ എനിക്കെന്നും അമൂല്യനും പ്രിയങ്കരനും ബഹുമാന്യനുമാണ്. മകനെ മകളെ നീ ഭയപ്പെടേണ്ട. പിന്നെ നമുക്ക് എന്താ പ്രശ്നം? നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. പിന്നെ നമുക്ക് എന്താണ് പ്രശ്നം? എന്താണ്? ദൈവമാണ് നമുക്ക് വില തരുന്നത്, നമ്മളും അല്ല, മറ്റുള്ളവരും.
പിന്നെ നമ്മളെന്താ ഈ വല്ലവരുടെയും വിലയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നത്? ഞാൻ എന്തെല്ലോ ചെയ്തു കൊടുത്തതാ, എന്നിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ നടക്കുന്നത്. നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിക്കുക മറ്റുള്ളവരിൽ. എന്റെ വില എന്റെ കെട്ടിയോനെ ആശ്രയിച്ചില്ലായിരിക്കുന്ന കെട്ടിയോളുമാരും, എന്റെ വില കെട്ടിയോളെ ആശ്രയിച്ചില്ലായിരിക്കുന്ന കെട്ടിയോന്മാരും, എന്റെ വില മരുമക്കളെ ആശ്രയിച്ചില്ലായിരിക്കുന്നത് അമ്മമാരും അപ്പന്മാരും, മക്കളെ ആശ്രയിച്ചില്ലായിരിക്കുന്നു മാതാപിതാക്കളൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ വളരെ സന്തോഷമായിട്ട് ജീവിക്കാം. അവരവരുടേതായ ജീവിതം നയിക്കട്ടെ, നമുക്ക് നമ്മുടേതായ ഒരു ജീവിതം ഉണ്ടല്ലോ. അങ്ങനെ നമുക്കൊരു സ്വാതന്ത്ര്യത്തിന്, ഹൃദയ സ്വാതന്ത്ര്യത്തിന്റെ ഒരു ജീവിതം അത് പരിശീലിക്കണം. അപ്പൊ നല്ല സന്തോഷത്തോടെ നമ്മുടെ ചിന്തകളൊക്കെ കുറച്ചുകൂടെ നല്ലതാക്കാൻ പറ്റും. നമ്മുടെ ചിന്ത നെഗറ്റീവായി പോകുമ്പോഴാണ് ഈ നമ്മുടെ ശരീരം ദുർബലമാകും. തലച്ചോറാണല്ലോ എല്ലാത്തിൻ്റെയും കേന്ദ്രം അല്ലെ? തലച്ചോറിനെ ആരോഗ്യമായിട്ട് സൂക്ഷിക്കാൻ നല്ലത് നന്മയുടെ ചിന്തകൾ, പ്രത്യാശയുടെ ചിന്തകൾ ഇടയ്ക്കിടയ്ക്ക് പരിശീലിക്കണം.